നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ന്യൂസ് ടൈം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലുലു മണി ആപ്പ് കയ്യിലുണ്ടെങ്കിൽ എപ്പോൾ ആവശ്യം അപ്പോൾ പണം. ഡൗൺലോഡ് ലുലു മണി ആപ്പ്. പ്രവാസികൾക്കൊപ്പം കുടുംബത്തിനും ഇൻഷുറൻസ് പരിരക്ഷ. പ്രവാസി രക്ഷാ ഇൻഷുറൻസിന് നോർക്ക റൂട്ട് തുടക്കമിട്ടു. എത്തിഹാദ് റെയിൽ സൗദി റുവൈസ് ഗുവൈഫാത്ത് പാതയ്ക്ക് തുടക്കമായി. പ്രവാസി ഭാരതീയ സമ്മാൻ പുരസ്കാരം പ്രഖ്യാപിച്ചു. 4 മലയാളികൾക്ക് മികവിന്റെ അംഗീകാരം. UAE-യിൽ നിന്ന് 2998 കോവിഡ് കേസുകൾ, 5 മരണം. കേരളത്തിൽ നിന്ന് 5528 കോവിഡ് കേസുകൾ, 22 മരണം. ന്യൂസ് ടൈം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലുലു മണി ആപ്പ് കയ്യിലുണ്ടെങ്കിൽ എപ്പോൾ ആവശ്യം അപ്പോൾ പണം. ഡൗൺലോഡ് ലുലു മണി ആപ്പ്. 4 മലയാളികൾ ഇപ്രാവശ്യത്തെ പ്രവാസി ഭാരതീയ സമ്മാൻ പുരസ്കാരത്തിന് അർഹരായി. ന്യൂസിലാൻഡിൽ നിന്നും പ്രിയങ്ക രാധാകൃഷ്ണൻ, സൗദി അറേബ്യയിൽ നിന്നും സിദ്ദിഖ് അഹമ്മദ്, ഖത്തറിൽ നിന്നും ഡോക്ടർ മോഹൻ തോമസ്, ബഹ്റിനിൽ നിന്നും ബാബുരാജൻ, കല്ലുംപറമ്പിൽ ഗോപാലൻ എന്നിവർക്കാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. പ്രവാസി ഭാരതീയ ദിനത്തോടനുബന്ധിച്ച് സ്വന്തം മേഖലകളിൽ തതുല്യമായ സംഭാവനകൾ നൽകിയ പ്രവാസികളെ ആദരിക്കുന്നതിനായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് പ്രവാസി ഭാരതീയ സമ്മാൻ. UAE-യിലെ 7 എമിറേറ്റുകളെയും ബന്ധിപ്പിക്കുന്ന എത്തിഹാദ് റെയിൽ സൗദി അതിർത്തിയിലേക്ക്. UAE-യുടെ ദേശീയ പദ്ധതിയായ എത്തിഹാദ് റെയിലിൻ്റെ റുവൈസ് ഗുവൈഫാത്ത് നിർമ്മാണ ഉദ്ഘാടനമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. എമിറേറ്റുകളെ ബന്ധിപ്പിക്കുന്ന 1200 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇത്തിഹാദ് റെയിലിന്റെ ആദ്യഘട്ടം 2016-ൽ വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. രണ്ടാംഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ 4 ഭാഗങ്ങളിലായി വിവിധ എമിറേറ്റുകളിൽ പുരോഗമിക്കുകയാണ്. റുവൈസ് മുതൽ UAE സൗദി അതിർത്തിയായ ഗുവൈഫാത്ത് വരെയുള്ള 139 കിലോമീറ്റർ ആദ്യ ഭാഗത്തിന്റെ ട്രാക്ക് പാകുന്നതിന് തുടക്കമായി. അൽദഫ്ര മേഖല പ്രതിനിധിയും എമിറേറ്റ്സ് റെഡ് ക്രസന്റ് ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ സായിദ് അൽ നഹ്യാനാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഈ ഘട്ടം അതിർത്തി തൊടുന്നതോടെ GCC റെയിൽ എന്ന സ്വപ്നത്തിലേക്ക് UAE കൂടുതലെടുക്കും. 4000 കോടി ദിർഹം ചെലവിൽ ഇത്തിഹാദ് റെയിൽ പദ്ധതി പൂർത്തിയാകുന്നതോടെ UAE-യുടെ സാമ്പത്തിക, സാമൂഹ്യ, പരിസ്ഥിതി, ടൂറിസം രംഗത്ത് വൻ കുതിപ്പുണ്ടാകും. ഭാവിയിൽ GCC റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്നതോടെ മേഖലയുടെ തന്നെ ചരക്ക് നീക്കത്തിന്റെ കേന്ദ്രമാകും UAE. അബുദാബി 24/7. UAE-യിൽ ഈ വർഷത്തെ ഏറ്റവും കുറഞ്ഞ താപനില ഇന്ന് പുലർച്ചെ അലൈനിൽ റക്നയിൽ രേഖപ്പെടുത്തി. -2 ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയത്. നിറയെ തടാകങ്ങളുള്ള ആൾതാമസമില്ലാത്ത ഈ പ്രദേശം ഐസ് പുതഞ്ഞ നിലയിലായിരുന്നു കാണപ്പെട്ടത്. ഇതോടെ ചില പ്രദേശങ്ങളിലെ താപനില കുറഞ്ഞു. വടക്ക് കിഴക്കൻ കാറ്റാണ് തണുപ്പ് കൂടാൻ ഇടയാക്കിയതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. പ്രവാസികൾക്കും വിദേശത്ത് അവരോടൊപ്പം കഴിയുന്ന കുടുംബാംഗങ്ങൾക്കും നോർക്ക റൂട്ട്സ് ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തി. പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പദ്ധതി എന്ന പേരിലാണ് ഇത് നടപ്പാക്കുന്നത്. 18-നും 60-നും ഇടയിൽ പ്രായമുള്ള പ്രവാസികൾക്കും അവരോടൊപ്പം വിദേശത്ത് കഴിയുന്നവർക്കും പദ്ധതിയുടെ പരിരക്ഷ ലഭിക്കും. ഒരു വർഷത്തേക്ക് 550 രൂപയാണ് പ്രീമിയം അടയ്ക്കേണ്ടത്. രോഗങ്ങൾക്ക് 1 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. ന്യൂ ഇന്ത്യ അഷ്വറൻസ് കമ്പനിയുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നോർക്ക റൂട്ട്സിന്റെ www.norcaroots.org എന്ന വെബ്സൈറ്റിലെ സർവീസ് വിഭാഗത്തിൽ പ്രവാസി ID കാർഡ് സെഷനിലൂടെ പദ്ധതിയിൽ ഓൺലൈനായി ചേരാം. ഫീസും ഓൺലൈനായി അടയ്ക്കാവുന്നതാണ്. വിശദവിവരങ്ങൾ നോർക്ക റൂട്ട്സ് വെബ്സൈറ്റിലും norca.raksha@gmail.com എന്ന ഇമെയിൽ വഴിയും ലഭിക്കും. 91 41 72 77 0543 91 47 12 77 0528 എന്നീ ഫോൺ നമ്പറുകളിലും 1800 42 53 939 0091 88 0202 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിലും വിവരങ്ങൾ ലഭ്യമാണ്. അബുദാബി 24/7. ഗൾഫിൽ നിന്നുള്ള ചെറുകിട ഇന്ത്യൻ നിക്ഷേപകരെ ഉൾപ്പെടുത്തി പബ്ലിക് പ്രൈവറ്റ് പങ്കാളിത്തം ശക്തിപ്പെടുത്തണമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. 16ാമത് പ്രവാസി ഭാരത് ദിവസ് സമ്മേളനത്തിന്റെ ഭാഗമായി ആത്മനിർഭർ ഭാരതത്തിൽ പ്രവാസികളുടെ പങ്ക് എന്നതിനെപ്പറ്റി നടന്ന പാനൽ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു MA യൂസഫ് അലി. ഇതാദ്യമായാണ് കോവിഡ് പശ്ചാത്തലത്തിൽ പ്രവാസി ഭാരതീയ ദിവസ് ഓൺലൈനിൽ നടത്തുന്നത്. വിദേശത്ത് കഴിയുന്ന ഇന്ത്യക്കാരായ നിക്ഷേപകരുടെ ഇടപെടൽ കൊണ്ട് ഇന്ത്യയിൽ വൻകിട പദ്ധതികൾ ആരംഭിക്കുന്നതോടൊപ്പം ചെറുകിട ഇടത്തരം NRI നിക്ഷേപകരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പബ്ലിക് പ്രൈവറ്റ് പങ്കാളിത്ത പദ്ധതികൾ സജീവമാക്കണമെന്നാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി ചടങ്ങിൽ അഭിപ്രായപ്പെട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കർ, വിദേശകാര്യ സഹമന്ത്രി V മുരളീധരൻ എന്നിവരും സംബന്ധിച്ചു. വിദേശകാര്യ മന്ത്രാലയം സെക്രട്ടറി സഞ്ജയ് ഭട്ടാചാര്യ നിയന്ത്രിച്ച പാനൽ ചർച്ചയിൽ നീതി ആയോഗ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അമിതാഭ് കാന്ത്, ഇൻവെസ്റ്റ് ഇന്ത്യ CEO ദീപക് ബഗ്ല, UK ഇന്ത്യ ബിസിനസ് കൗൺസിൽ CEO ജയന്ത് കൃഷ്ണ, സിംഗപ്പൂർ DBS ഗ്രൂപ്പ് CEO പീയൂഷ് ഗുപ്ത എന്നിവരും പങ്കെടുത്തു.
ഭക്ഷ്യോൽപ്പന്നം പോലെ ആരോഗ്യ സംരക്ഷണം, സാങ്കേതികവിദ്യ, വിനോദസഞ്ചാരം എന്നിവയിലെല്ലാം കാര്യമായ സംഭാവനകൾ നൽകാൻ കഴിയുന്ന ഇടത്തരം നിക്ഷേപകർ മുന്നോട്ട് വരണമെന്നും യൂസഫ് അലി അഭ്യർത്ഥിച്ചു. അബുദാബി 24/7. പ്രമുഖ റീറ്റെയിൽ ഗ്രൂപ്പായ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഓഫർ ആരംഭിച്ചു. പുതുവർഷത്തോടനുബന്ധിച്ച UAE-യിലുടനീളം നടന്നുവരുന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായാണ് ഓഫർ. UAE-യിലെ ലുലു സ്റ്റോറുകളുടെ ഗാർമെന്റ്സ്, ചുരിദാറുകൾ, ഫുട്വെയറുകൾ, ലേഡീസ് ബാഗുകൾ എന്നിവ ഈ ഓഫറിൽ വാങ്ങാവുന്നതാണ്. 2021 ജനുവരി 31 വരെ ലുലു ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഓഫർ ലഭ്യമായിരിക്കും. ഫാഷൻ ഓഫറിന് പുറമെ ലുലു കഴിഞ്ഞ ദിവസം ലീവ് ഫോർ ഫ്രീ പ്രൊമോഷനും ആരംഭിച്ചിരുന്നു. ഓരോ 20 മെഗാ വിജയികൾക്കും 750 ജേതാക്കൾക്കും 2000 ദിർഹമിനുള്ള ഷോപ്പിംഗ് കാർഡുകളും നൽകുന്നതായിരുന്നു പ്രൊമോഷൻ. ഓരോ 100 ദിർഹമിനും പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന കൂപ്പണിലൂടെയാണ് നറുക്കെടുപ്പിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിക്കുന്നത്. ഈ പ്രൊമോഷനുകൾക്കൊപ്പം തന്നെ ഷോപ്പിംഗ് ഡീൽസ് പ്രൊമോഷനും തുടക്കമായിട്ടുണ്ട്. ലുലു കോ-ബ്രാൻഡഡ് ADCB, എമിറേറ്റ്സ്, NBD മാസ്റ്റർ കാർഡുകൾ ഉപയോഗിച്ച് ഷോപ്പിംഗ് നടത്തുമ്പോൾ അധികമായി 20% ഓഫ് പ്രൊമോഷൻ കാലയളവ് മുഴുവനും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി www.luluhypermarket.com എന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കാമെന്നും അധികൃതർ അറിയിച്ചു. അബുദാബി 24/7. UAE-യിൽ നിന്ന് 2998 പേർക്ക് കൂടി COVID-19 രേഖപ്പെടുത്തിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ന് 5 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. 2264 പേര് കൂടി ഇന്ന് രോഗമുക്തി നേടിയതായും മന്ത്രാലയം അറിയിച്ചു. ഇതുവരെ രാജ്യത്ത് COVID-19 തുടർന്ന് ആകെ 702 പേരാണ് മരിച്ചത്. അബുദാബി സെന്റ് സ്റ്റീഫൻസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ സ്തഫാനോസ് സഹദായുടെ ഓർമ്മ പെരുന്നാളും ദനഹായുടെ ശുശ്രൂഷകളും ഇടവകയുടെ പെരുന്നാളും നേർച്ചക്കാഴ്ചകളോടെ കൊണ്ടാടി. സെന്റ് ആൻഡ്രൂസ് ദേവാലയത്തിൽ നടന്ന ചടങ്ങുകൾക്ക് വികാരി ഫാദർ തോമസ് ജോളി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചുകൊണ്ടുള്ള നിയന്ത്രണത്തോടെയായിരുന്നു പെരുന്നാൾ കൊണ്ടാടിയത്. കേരളത്തിൽ ഇന്ന് 5528 കോവിഡ് കേസുകൾ രേഖപ്പെടുത്തി. 22 കോവിഡ് മരണമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. 5638 പേർ കൂടി ഇന്ന് രോഗമുക്തി നേടിയതായും ആരോഗ്യവകുപ്പ് അറിയിച്ചു. കോവിഡ് ബാധിച്ച് കേരളത്തിൽ ഇതുവരെ 3279 പേരാണ് മരിച്ചത്. കേരളത്തിലെ മറ്റു പ്രധാന വാർത്തകളുമായി ടോപ്പ് 10 ന്യൂസിലൂടെ അനിൽ സീഡിക്കുള ചേരുന്നു. സ്വാഗതം. കേരളത്തിൽ നിന്നുള്ള ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ. ലുലു മണി ആപ്പ് കയ്യിലുണ്ടെങ്കിൽ എപ്പോൾ ആവശ്യം അപ്പോൾ പണം. ഡൗൺലോഡ് ലുലു മണി ആപ്പ്. Adam and Eve Ayurveda, a new division with old traditions. ഇന്ത്യയിൽ ജനുവരി 16 മുതൽ കോവിഡ് വാക്സിൻ വിതരണം ചെയ്യുന്നതിന് തീരുമാനമായി. 3 കോടിയോളം വരുന്ന ആരോഗ്യ പ്രവർത്തകർ, കോവിഡ് മുന്നണി പോരാളികൾ എന്നിവർക്കാണ് ആദ്യം വാക്സിൻ നൽകുക. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിക്കുന്ന കോവിഷീൽഡ്, ഭാരത് ബയോടെക്കിന്റെ കോവാക്സിൻ എന്നീ വാക്സിനുകൾക്കാണ് രാജ്യത്ത് അടിയന്തര ഉപയോഗത്തിന് ഇപ്പോൾ അനുമതി നൽകിയിട്ടുള്ളത്. കേരളത്തിലും 16 തന്നെ വാക്സിൻ വിതരണം ആരംഭിക്കുന്നതിനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് 133 വാക്സിൻ വിതരണ കേന്ദ്രങ്ങളിലാണ് ഇതിനായി സജ്ജീകരിക്കുന്നത്. എറണാകുളത്ത് 12, തിരുവനന്തപുരം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ 11 വീതം, മറ്റ് ജില്ലകളിൽ 9 വീതം എന്നിങ്ങനെയാണ് വാക്സിൻ വിതരണ കേന്ദ്രങ്ങൾ ഒരുക്കുന്നത്. ഭരണപരിഷ്കാര കമ്മീഷൻ സ്ഥാനത്ത് നിന്ന് ഒഴിയാൻ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ തീരുമാനിച്ചു. ആരോഗ്യപരമായ കാരണങ്ങളാലാണ് തീരുമാനം. ഇന്നലെ VS ഔദ്യോഗിക വസതി ഒഴിഞ്ഞുകൊടുത്തിരുന്നു. 2016 ഓഗസ്റ്റ് 6-ാം തീയതിയാണ് VSനെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായി നിയമിച്ചത്. ആലപ്പുഴയിലേക്ക് താമസം മാറ്റുന്നതിനാണ് VSന് താൽപ്പര്യമെങ്കിലും ചികിത്സകൾ തുടരുന്നതിനുള്ള സൗകര്യം പ്രമാണിച്ച് തലസ്ഥാനത്തിന് തുടരാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കൊച്ചിയിലെ വൈറ്റില, കുണ്ടന്നൂർ മേൽപ്പാലങ്ങൾ ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെയാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. കൊച്ചിയുടെ ശാപമായ ഗതാഗതക്കുരുക്ക് ഇതോടെ ഒഴിവാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഡിസംബർ 28-ന് പാലം തുറക്കുമെന്നായിരുന്നു ആദ്യ പ്രഖ്യാപനം. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നതോടെ ഉദ്ഘാടനം വൈകിയത് ജനങ്ങളെ ദുരിതത്തിലാക്കിയിരുന്നു. ഇതിനിടെ പാലം ഒരു ജനകീയ കൂട്ടായ്മ തുറന്നുകൊടുത്തത് വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കുമാണ് വഴി തുറന്നത്. അഴീക്കോട് MLAയും മുസ്ലിം ലീഗ് നേതാവുമായ KM ഷാജിക്ക് ഹൃദയാഘാതം. MLA ആൻജിയോപ്ലാസ്റ്റിക് ചികിത്സയ്ക്ക് വിധേയനാക്കി. ചികിത്സയ്ക്ക് മുന്നോടിയായി നടത്തിയ കോവിഡ് പരിശോധനയിൽ പോസിറ്റീവാണെന്നും തെളിഞ്ഞു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലാണ് KM ഷാജി ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. NCPയിൽ പിളർപ്പിനുള്ള സാധ്യതയ്ക്ക് ആക്കം കൂട്ടി ഇരു വിഭാഗങ്ങളും ശക്തി സമാഹരണം ആരംഭിച്ചതായി റിപ്പോർട്ട്. നിയമസഭാ സമ്മേളനം കഴിയുന്നതോടെ TP പീതാംബരൻ, മാണി C കാപ്പൻ വിഭാഗവും ശശീന്ദ്രൻ വിഭാഗവും വഴിപിരിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മാണി C കാപ്പൻ വിജയിച്ച പാലാ സീറ്റ് ജോസ് കെ മാണിക്ക് വിട്ടുകൊടുക്കേണ്ടി വരുമെന്ന സൂചന ശക്തമായതിനെ തുടർന്നാണ് NCPയിൽ പൊട്ടിത്തെറി ആരംഭിച്ചിരിക്കുന്നത്. കോവിഡ് പോസിറ്റീവ് ആയവർക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു.
PPE കിറ്റ് ധരിച്ചെത്തി വോട്ട് ചെയ്യാനും തപാൽ വോട്ട് തിരഞ്ഞെടുക്കാനും അവസരം നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 80 വയസ്സിന് മുകളിലുള്ളവർ, ഭിന്നശേഷിക്കാർ എന്നിവർക്കും തപാൽ വോട്ട് തിരഞ്ഞെടുക്കാമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ടിക്കാറാം മീണ അറിയിച്ചിരിക്കുന്നത്. ജോസ് കെ മാണി രാജ്യസഭാംഗത്വം രാജിവെച്ചു. ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവിനാണ് അദ്ദേഹം രാജിക്കത്ത് സമർപ്പിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായിൽ മത്സരിക്കുന്നതിന് മുന്നോടിയായിട്ട് കൂടിയാണ് ജോസിന്റെ രാജിയെന്നാണ് സൂചന. LDF കേരള കോൺഗ്രസിന് തന്നെ സീറ്റ് നൽകിയേക്കുമെന്നാണ് കരുതുന്നത്. മുതിർന്ന നേതാക്കളായ സ്റ്റീഫൻ ജോർജ്, PK സജീവ്, PT ജോസ് എന്നിവരുടെ പേരുകളാണ് രാജ്യസഭയിലേക്ക് പരിഗണിക്കുന്നത്. മൂക്കിൽ ഒഴിക്കാവുന്ന കോവിഡ് വാക്സിൻ പരീക്ഷണത്തിന് ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഭാരത് ബയോടെക് ഒരുങ്ങുന്നു. 1ാം ഘട്ട പരീക്ഷണം നടത്തുന്നതിനായി ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യക്ക് ഇത് സംബന്ധിച്ച് ബയോടെക് അപേക്ഷ സമർപ്പിച്ചു. ബയോടെക് നിർമ്മിച്ച കോവാക്സിന് ഡ്രഗ് കൺട്രോളറുടെ അനുമതി ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ICMRമായി സഹകരിച്ചാണ് കോവാക്സിനും മൂക്കിൽ ഒഴിക്കാവുന്ന വാക്സിനും വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. വിദേശത്തേക്ക് $1.90 ലക്ഷം കടത്തിയ കേസിൽ സ്പീക്കറുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി K. അയ്യപ്പനെ കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം ചോദ്യം ചെയ്തു. 9 മണിക്കൂർ നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിന് ശേഷം അയ്യപ്പനെ വിട്ടയച്ചു. സ്വപ്ന, സരിത്ത് എന്നിവർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ നടന്നത്. UAE കോൺസുലേറ്റിൽ ഡ്രൈവർമാരെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. സ്വകാര്യ ബാങ്ക് മാനേജർ, യൂണിടാക് ഉടമ എന്നിവരെയും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാനാണ് കസ്റ്റംസിന്റെ തീരുമാനം. കേരളത്തിൽ ഇന്ന് 5528 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 61,239 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 22 മരണങ്ങളാണ് കോവിഡ് മൂലമെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. 4,988 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് 45 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം ബാധിച്ചതായി ആരോഗ്യമന്ത്രി അറിയിച്ചു. ഇതൊക്കെയാണ് കേരളത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രധാന സംഭവങ്ങൾ. ലുലു മണി ആപ്പ് കയ്യിലുണ്ടെങ്കിൽ എപ്പോൾ ആവശ്യം അപ്പോൾ പണം. ഡൗൺലോഡ് ലുലു മണി ആപ്പ്. Adamantine Ayurveda, a new division with old traditions. UAE ഇന്നത്തെ കാലാവസ്ഥ പരിശോധിക്കാം. Weather updates brought to you by Redex Media Event Management Abu Dhabi. Weather updates brought to you by Redex Media Event Management Abu Dhabi. Being one of the leading media and entertainment companies in UAE, our mission is fulfilling your needs beyond your expectation in event management, aerial filming, underwater filming, indoor and outdoor photography, live webcasting, social media optimization, and multi-cam shooting. Contact us. Redex Media Event Management, Abu Dhabi, 0264 10050 05656 80050. Visit www.redexmedia.ae. സ്വർണ്ണവില. വിനിമയ നിരക്കുകൾ. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. പ്രവാസികൾക്കൊപ്പം കുടുംബത്തിനും ഇൻഷുറൻസ് പരിരക്ഷ. പ്രവാസി രക്ഷാ ഇൻഷുറൻസിന് നോർക്ക റൂട്ട് തുടക്കമിട്ടു. എത്തിഹാദ് റെയിൽ സൗദിയ റുവൈസ് ഗുവൈഫാത്ത് പാതയ്ക്ക് തുടക്കമായി. പ്രവാസി ഭാരതീയ സമ്മാൻ പുരസ്കാരം പ്രഖ്യാപിച്ചു. 4 മലയാളികൾക്ക് മികവിന്റെ അംഗീകാരം. UAE-ൽ ഇന്ന് 2998 കോവിഡ് കേസുകൾ, 5 മരണം. കേരളത്തിൽ ഇന്ന് 5528 കോവിഡ് കേസുകൾ, 22 മരണം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. വിശദമായ വാർത്തകൾക്ക് www.abudabi247.tv എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. നമസ്കാരം. അബുദാബി 24/7. അബുദാബിയിൽ നിന്നും പ്രവാസികൾക്കായുള്ള ശബ്ദം.